ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 7-ാം തീയതി ഞങ്ങൾ അപ്പൂപ്പൻ്റെ ആണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ബലിയുണ്ടായിരുന്നു. അപ്പോൾ ബലി ഇട്ടിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ചെറിയ സദ്യയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമിയും ശിവാനിയും ആര്യയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ സദ്യ എന്തെങ്കിലുമൊക്കെ ഒരുക്കാറുണ്ട്. ചേട്ടനും മാമനൊന്നും വരാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അഖിലില്ലായിരുന്നു, അഖിലിന് മേളം ഉള്ളതുകൊണ്ട് അവിടെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ശ്യാംചേട്ടനുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ജൂൺ 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെയും ആര്യയുടെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ജൂൺ 8-ാം തീയതി അഖിലിന് വേറെ ഒരിടത്ത് പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ ബർത്ത്ഡേക്ക് അന്ന് കാണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ജൂൺ 7-ാം തീയതി രാത്രിയായപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് പുറത്ത് പോകാം, നാളെ ഞാൻ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ആദ്യം പോയത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ വിഴിഞ്ഞത്താണ് പോയത്, ഇങ്ങനെ ഫിഷ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ പണ്ടേ അഖിൽ പറയുന്നു എന്നെയും അവൻ്റെ അനിയനെയും കൊണ്ട് എവിടെ പോയാലും ഫുഡ് കിട്ടൂല എന്ന്. പക്ഷേ സത്യമായിട്ടുള്ള കാര്യമാണ്, അന്ന് ബക്രീദായിരുന്നു, അതുകൊണ്ട് അവിടെ ഒരു കടകളും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയോ കുറേ റൗണ്ട് അടിച്ചതിന് ശേഷം വിഴിഞ്ഞത്ത് റാഹത്തിലാണ് കയറി ഫുഡ് കഴിച്ചത്. ബക്രീദായതുകൊണ്ട് വേറെ അധികം കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്, ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയത്. പിന്നെ ഞങ്ങൾ കറങ്ങാൻ മടിച്ച് വേറൊരു കടയിലോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു, അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഇരിപ്പാണ് ഈ കാണുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഫുഡ് കിട്ടാൻ നല്ല താമസിച്ചു, 10-20 മിനിറ്റ് എടുത്ത്. ഞങ്ങൾ അത്രയും നേരം അവിടെ ഇരുന്ന് തിരക്കൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നൊരു സമയത്താണ്. ഒന്നും തോന്നല്ലേ, ഡേറ്റ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ കുഞ്ഞാവ് വരുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെ ഞങ്ങൾ ഷവർമയൊക്കെ ഓർഡർ ചെയ്തു. ഈ സമയത്ത് അങ്ങനെ ഷവർമയൊന്നും കഴിച്ചുകൂടാ, പക്ഷേ ഞാൻ ഒരുപാട് അധികമൊന്നും ഈ സമയത്ത് കഴിച്ചിട്ടില്ല ഷവർമയൊന്നും. ഇങ്ങനെ ചെറിയ രീതിയിൽ കൊതി തോന്നുമ്പോൾ മാത്രം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാ സമയവും ഒരുപോലെ ഇരിക്കണമെന്നുമില്ല, എങ്കിലും എൻ്റെ ഒരു ക്രേവിങ്സ് അടക്കാൻ വേണ്ടിയിട്ട് ഷവർമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും കൂടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഓപ്പോസിറ്റ് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ നേരം ആദ്യം ഞങ്ങൾ മന്തി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷേ അവിടെ മന്തി ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വന്നിട്ട്, ആ ഫാമിലി വന്നിട്ട് മന്തിയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയത്. പക്ഷേ അവർ പറഞ്ഞു കോട്ടൺ മന്തിയേ ഉള്ളൂ എന്ന്. അപ്പോൾ അതിലൊരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ അനിയന് മന്തി വേണം, ചേട്ടനും മന്തി വേണം. അതുകൊണ്ട് എങ്ങനെ ഒരു മന്തി വെച്ച് നമ്മൾ കഴിക്കും എന്നുള്ളത്, അനിയൻ എങ്ങനെയെങ്കിലും ചേട്ടനും കൂടി വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ അവരവിടെ ഡിസ്കഷൻ നടക്കുകയാണ്. അതാണ് ഞാനും അതിലും കൂടി നോക്കുന്നത്. നമ്മളെ ക്വാർട്ടറായിട്ടാണ് നമ്മൾ വാങ്ങിയത്. മന്തി കഴിക്കാൻ വന്ന് ക്വാർട്ടറേ ഉള്ളൂ എന്ന് പറഞ്ഞു. ടിഷ്യൂ പേപ്പറിൽ എൻ്റെ ഭർത്താവ് ഒരു കല രൂപപ്പെടുത്തി വെച്ചേക്കുന്നത് ഞാൻ കണ്ടത്. ഇതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖത്തോട്ടാണ്. അപ്പോൾ നൈറ്റ് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത്, അമ്മ എങ്ങാനും ലേബർ പെയിൻ എടുക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ പെട്ടിയും പാക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് വന്നോണമെന്ന്. എന്ന് വെച്ചാൽ കാര്യം, ഇനി ഞങ്ങൾക്ക് ഇതേപോലെ പുറത്തു പോകാൻ പറ്റുമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. കാര്യം എനിക്ക് 36-ാമത്തെ ആഴ്ച സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രെയിമിൽ വരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെയും ചന്ദ്രനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം ഒരു 10:30 എത്തി. ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വരണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അഖിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് സർപ്രൈസായിട്ട് 12 മണിയാകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കാൻ പറഞ്ഞത്. ശരിക്കും ശംഖുമുഖത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു. അഖിൽ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് ഡൗട്ട് തോന്നിയേനെ. പക്ഷേ ഞാൻ വരുന്നതുകൊണ്ട് അനിയനെ വിളിച്ച് പറഞ്ഞിട്ട് കേക്ക് അപ്പം വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം എന്താ വെച്ചാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനമല്ലേ. ഹലോ ഗൈസ്, നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ശ്രുതിയുടെ ബർത്ത്ഡേ ആണ്. പറഞ്ഞോ, എൻ്റെ വൈഫിൻ്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. സർപ്രൈസ്. ശംഖുമുഖം, അച്ചി ശംഖുമുഖം. Birthday to you, happy birthday to you, happy birthday for you, happy birthday. ഓക്കെ, നമ്മളെ പയ്യന്മാരെല്ലാം ഉണ്ട്. ശ്രീമോൻ്റെ പയ്യന്മാരും ഉണ്ട്, ശ്രീമോനും ഉണ്ട്.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ 12:30 കഴിഞ്ഞ് വീട്ടിലോട്ട് പോയപ്പോൾ അങ്ങനെ അനിയനും ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടാക്കിയിട്ട് അവർ രണ്ടുപേരും തിരിച്ചു പോയി. പിന്നെ പ്രത്യേകിച്ച് ബർത്ത്ഡേ കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. രാവിലെ തന്നെ ഞാൻ പുട്ടും പഴമൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇനി അധികം ദിവസമില്ലല്ലോ, പാക്കിങ്ങിന് വേണ്ടി ഓരോന്ന് കഴുകാനും പറക്കാനും അതേപോലെ തന്നെ തേക്കാനൊക്കെ വേണ്ടി തുടങ്ങി. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ട് എൻ്റെ കുഞ്ഞുവാവയായിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരുക്കമാണ്. പിന്നെ ഒരുങ്ങി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ തന്നെ ആ ദിവസം പോയി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. സ്പെഷ്യലായിട്ട് പഴങ്കഞ്ഞിയാണ് ഗൈസ്. സാമ്പാർ, കിച്ചടി, ചക്ക, മോര്, അച്ചാറൊക്കെ കുടിക്കാൻ വേണ്ടി പോകും. അപ്പൻ്റെ ആണ്ട് തലേദിവസമായതുകൊണ്ട് ആ സദ്യയുടെ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ അന്ന് തന്നെ വെച്ച പായസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പായസവും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ചക്കവറ്റലൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ചായ അതൊക്കെ കഴിച്ച് രാത്രിയായപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാമിയും അതേപോലെ തന്നെ 5 ചേച്ചിയും ഞങ്ങൾക്ക് ഫുഡും കൊണ്ടാണ് വന്നത്. അവർ പുറത്ത് പോയപ്പോൾ ഇങ്ങനെ പുട്ട് മിക്സ് എപ്പോഴോ കഴിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ഞങ്ങൾക്കും കൂടി വേണ്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ആ ഫുഡൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗും പിന്നെ എൻ്റെ ഒരു ദിവസം. അപ്പോൾ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.